ഓം ഭുവനേശ്വരിയെ നമഃ. നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പുതുവർഷ വീഡിയോ ചെയ്തിരുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെ പൂർണ്ണമായ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല നക്ഷത്രങ്ങളും ഓരോ ദിവസമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നക്ഷത്രമായ മകേര നക്ഷത്രത്തിൻ്റെ ഫലമാണ് നമുക്കിന്ന് പറയാനും ചർച്ച ചെയ്യാനും ഉള്ളത്. അതിൻ്റെ പൂർണ്ണ സ്വരൂപം, അതായത് ഈ നക്ഷത്രവുമായി ബന്ധപ്പെടുന്ന എല്ലാവിധമായ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തുകയാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് നക്ഷത്ര ഫലങ്ങളിലേക്ക് കിടക്കാം. മകേര നക്ഷത്രം എന്ന് പറയുമ്പോൾ തേങ്ങാക്കണ്ണുകൾ പോലെയുള്ള നക്ഷത്ര കൂട്ടങ്ങളെന്നാണ് പറയുന്നത്. അതായത് ഈ തേങ്ങാക്കണ്ണ് പോലെയുള്ള 3 കണ്ണിൻ്റെ രൂപമാണ് ഈ നക്ഷത്രത്തിനെ പ്രദാനം ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ വളരെ സത്യസന്ധതയുള്ള നക്ഷത്ര ജാതകരാണ്, ബുദ്ധി വൈഭവമുള്ള നക്ഷത്ര ജാതകരാണ്, മനസ്സിന് ചാഞ്ചല്യമുള്ളവരാണ്. അതായത് നമ്മുടെ ഈ ആലിലയുടെ ഇല പോലെ ഇളകുന്ന നക്ഷത്ര ജാതകരാണ്. അതുപോലെ നയചാതുര്യം, ഏത് കാര്യത്തിനെയും നയതന്ത്രത്തോടുകൂടി ഒരു സമചിത്തതയോടുകൂടിയൊക്കെ ഏതൊരാളെയും പ്രൊട്ടക്റ്റ് ചെയ്തു പോകുന്ന മനോഭാവം ഉള്ള നക്ഷത്ര ജാതകം, അതായത് നയചാതുര്യമുള്ള നക്ഷത്ര ജാതകരാണ്. കാര്യങ്ങൾ സ്ഥിരത കുറവുള്ള നക്ഷത്രം, അതായത് സ്റ്റേബിളായ ഒരു മൈൻഡ് ഇവർക്ക് ഉണ്ടാവത്തില്ല. അതാണ് കാര്യങ്ങളിൽ പോലും ഒരു കാര്യം നമ്മൾ പറഞ്ഞാലോ അല്ലെങ്കിൽ ചെയ്യണമെങ്കിലും അത് സ്ഥിരത വളരെ കുറവ്, എളുപ്പം വേറൊന്നിലേക്ക് പോകുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ നക്ഷത്രജാതയിൽ ഉണ്ടാകും. അതാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രജാതയിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ബാല്യത്തിൽ ഈ നക്ഷത്രജാതർക്ക് രോഗപീഠകൾ വളരെ കൂടുതലായും കണ്ടുവരാറുണ്ട്. എന്നാൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലയളവിൽ ഇവർ ശരീരപുഷ്ടിയുള്ളതും സംഭാഷണ ചാതുര്യമുള്ളവരുമായിട്ട് വളർന്നു വരാറുള്ള നക്ഷത്രജാതകരാണ്. അതുപോലെ തന്നെ മാതൃസ്നേഹവും പിതൃസ്നേഹവും ബന്ധുസ്നേഹവും, ഒരാളോട് പോലും പിണങ്ങത്തില്ല, എല്ലാവരെയും കോർത്തിണക്കി കുടുംബപരമായ ബന്ധങ്ങൾ സൗഹൃദത്തോടെ കൊണ്ടുപോകണം താല്പര്യമുള്ള ഒരു നക്ഷത്ര ജാതകരാണ് ഈ മകീര നക്ഷത്ര ജാതകർ. അതുപോലെ സുഹൃത്തുക്കൾ ഇവർക്ക് വാഴാറില്ല. കാരണം എന്തെങ്കിലും കാരണങ്ങളാലൊക്കെ അവരുമായി കലഹപ്രീതം വളരെ കൂടുതലായും കണ്ടുവരാറുണ്ട്. അപ്പോൾ ആ നക്ഷത്ര ജാതകർ പൊതുവെ സൗഹൃദ ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുകയോ സൗഹൃദ ബന്ധങ്ങൾ വാഴാറുമില്ല. എന്നാൽ വിശ്വാസപരമായ ലംഘനം ഒരാൾ നടത്തിയാൽ പോലും അതിനെ ക്ഷമിക്കാനും അവരെ കരുതലോടുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനും കഴിവുള്ള ഒരു നക്ഷത്ര ജാതകരോട്, അതൊക്കെ മറന്നുപോയി നമ്മുടെ ജീവിതമാണ് എന്ന തിരിച്ചറിവോടുകൂടി അവരെ ചേർത്ത് നിർത്തുന്ന സ്വഭാവം, ഒരു വിശ്വാസ വഞ്ചന കാണിച്ചാൽ പോലും ചേർത്ത് നിർത്തുന്ന സ്വഭാവ സവിശേഷതയുള്ള ഒരു നക്ഷത്ര ജാതകമാണ് മകീര നക്ഷത്രം. അതുപോലെ തന്നെ ഇവർക്ക് കൂട്ട ബിസിനസ്, അതായത് ഊഹക്കച്ചവടങ്ങളൊക്കെ തന്നെ ചെറുകിട വ്യവസായങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നടത്തിയാൽ അത് വളരെയധികം വിജയകരമാകുന്ന അവസ്ഥയല്ല. കാരണം അത് വിശ്വാസക്കേടിനും ആ വിശ്വാസങ്ങൾക്കിട വരുന്ന ഒരു സ്വഭാവ സവിശേഷത ഇവരിൽ തന്നെ വന്നു ചേരും. അതുകൊണ്ട് തന്നെ സ്വാഭാവികം അതിന് പോകാനോ വഴിപ്പെടാനോ പോകാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈശ്വര വിശ്വാസം വളരെ കൂടുതലുള്ള ജാതകരാണ്. കാരണം അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളോടും ഒക്കെ വളരെയധികം നീതി പുലർത്തുകയും ഈശ്വര വിശ്വാസം വളരെ കരുതലോടുകൂടി തന്നെ കാണുകയും ചെയ്യുന്ന ഒരു നക്ഷത്ര ജാതകരാണ്. അതുപോലെ സഹോദര ഗുണം ഈ നക്ഷത്ര ജാതകത്തിൽ വളരെ കുറവായിരിക്കും. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുണങ്ങൾ വളരെ അനുഭവിക്കുമെങ്കിൽ പോലും സഹോദര ഗുണം വളരെ കുറവ് ലഭിക്കുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ഈ മകീര നക്ഷത്ര ജാതകർ. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ സ്ത്രീകൾക്ക് വളരെയധികം ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രമാണ് മകീരം. കുറച്ച് കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ 27 വയസ്സ് 23 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് ഭാഗ്യ കടാക്ഷം വളരെ കൂടുതലും കുടുംബ ജീവിതത്തിൽ സൗകര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് മകീര നക്ഷത്ര ജാതകര്. അതുപോലെ ശുചിത്വ ബോധം വളരെ കൂടുതലുള്ള നക്ഷത്രമാണ്. അതായത് എപ്പോഴും വൃത്തിയാക്കുകയും എപ്പോഴും വൃത്തിയോടുകൂടി നടക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീയായാലും പുരുഷനായാലും ഒക്കെ തന്നെ വളരെ കൂടുതലും ശുചിത്വം പാലിക്കുന്ന നക്ഷത്ര ജാതകരാണ്. എന്നാൽ സൗമ്യശീലതയുള്ളവരുമാണ്. സൗമ്യമായിട്ടുള്ള ശീലത മുഖഭാവം വളരെ കൂടുതലും കണ്ടുവരുന്ന നക്ഷത്ര ജാതകർ. എന്നാൽ മനഃശാന്തി ഇവർക്ക് വളരെ കുറവായിരിക്കും. എന്നും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാലൊക്കെ മാനസികമായ ടെൻഷൻ കൊണ്ട് ഇവർ കിടന്നുറങ്ങുന്നൊരു സ്വഭാവം ഈ നക്ഷത്ര ജാതകത്തിൽ വളരെ കൂടുതലും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ സൽക്കാരപ്രിയരായിരിക്കും. വളരെ കൂടുതലും ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനുള്ള മനസ്സ് ഉള്ളവരാണ്. ആഹാരം വെക്കാനും ആഹാരം കൊടുക്കാനും പുതിയ റെസിപ്പികൾ കണ്ടുപിടിക്കാനും പുതിയ ആഹാരം വെക്കാനും പാചക കലയുടെ അഗ്രഗണ്യാണ് ഈ നക്ഷത്ര ജാതകർ. എപ്പോഴും പാചകമൊക്കെ ചെയ്യാൻ വളരെയധികം തൃപ്തിയുള്ള ഒരു നക്ഷത്രമാണ് മകീര നക്ഷത്രം. സ്ത്രീയായാലും പുരുഷന്മാരായാലും അതിൻ്റെതായ രീതിയിലുള്ള പാചകങ്ങളൊക്കെ ചെയ്ത് കഴിവുള്ളവരാണ് ഈ മകീര നക്ഷത്ര ജാതകർ. സ്വാഭാവികമായും ഇവർക്ക് വാക്ചാതുര്യ കടാക്ഷങ്ങളും ഒക്കെയുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നീതി പുലർത്തുന്ന സത്യസന്ധരായിട്ടുള്ള ഒരു നക്ഷത്ര ജാതകരാണ്. ഇവരുടെ പ്രധാനമായ സ്വഭാവം ഇതൊക്കെയാണ്. ഇവരുടെ തൊഴിൽപരമായി വിദ്യാഭ്യാസപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ വിദ്യാഭ്യാസം വളരെ മുഴുവിക്കാറില്ല.
എന്നുവെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ഇവരും മാറി ചിന്തിക്കുന്നൊരു ഭാഗബലം ഉണ്ടാകുകയും, എന്നാൽ ചില ആൾക്കാർ പുരുഷന്മാരായിട്ടുള്ളതായാലും സ്ത്രീയായിട്ടുള്ള ആൾക്കാരും ചില ആൾക്കാരിൽ ദശാസന്ധിയുടെ ഭാഗബലം കൊണ്ടായിരിക്കാം ചില ആൾക്കാർ വളരെ കുറച്ചു മാത്രം വിഷയങ്ങളെ പുലർത്തുകയും ബാക്കി കുറച്ച് ആൾക്കാർ വിഷയങ്ങളിൽ വ്യതിചലിച്ച് പഠനം നടത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും വിദ്യാഭ്യാസം വളരെ പൂർത്തീകരിക്കപ്പെടും. കാരണം വെച്ചാൽ ഇവർക്ക് ആഗ്രഹങ്ങൾ നിൽക്കും, പല പല സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഇവർക്ക് ലഭിക്കുമെങ്കിലും ഈ ആഗ്രഹത്തിൽ അവർ മുഴുവിക്കത്തില്ല. ഇടയ്ക്ക് കൊണ്ട് ഇവരുടെ പഠനം ബ്ലോക്ക് ആകുകയും പിന്നീട് ജോലിയിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ പഠനം പൂർത്തീകരിക്കാനുള്ള ആഗ്രഹം ഇവരുടെ ഉള്ളിൽ കിടക്കും. പക്ഷേ ചിലപ്പോൾ ഒരു ചെറുപ്രായമല്ല ഇവരുടെ ജോലി സംബന്ധമായ പ്രായത്തിനോടൊപ്പം തന്നെ ഇവർ പഠനം പൂർത്തീകരിക്കാൻ മനസ്സ് കാണിക്കുകയും ആ തരത്തിലുള്ള ഉപരിപഠനങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാകുകയും ചെയ്യുന്ന നക്ഷത്ര ജാതകരാണ്. ഇവരുടെ തൊഴിൽപരമായ മേഖല എന്നാണ് ഇവർക്ക് സർക്കാർ സർവീസ് യോഗഫലം, രാജവാഴ്ച യോഗം. നമ്മുടെ രാജാവ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സർക്കാരാണ്. അപ്പോൾ തീർച്ചയായും രാജവാഴ്ച യോഗം വളരെ കൂടുതലായും കണ്ടുവരുന്ന നക്ഷത്ര ജാതകരാണ്. അതുപോലെ അധ്യാപകത്വം, അതുപോലെ ടീച്ചിങ് പ്രൊഫഷനൊക്കെ വളരെ കൂടുതലായും കണ്ടുവരാറുണ്ട്. ചെറുകിട ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. സ്വയം തൊഴിൽ, അതായത് മറ്റേ യന്ത്രവൽകൃതമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ മറ്റ് നെല്ല് സംബന്ധമായിട്ടുള്ള അത് കൃഷി സംബന്ധമായ യന്ത്രവൽകൃതമായ ജോലികൾ ചെയ്യുക. അത് ഡ്രൈവിംഗ് ഫീൽഡിലായാലും ഒക്കെ തന്നെ ആയാലും ഏതെങ്കിലും കൃഷി സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോലിയിൽ ബന്ധപ്പെടുക. അതുപോലെ കൃഷി തന്നെ ഇവർക്ക് അനുകൂലമാണ്. ഫാമുകളൊക്കെ, അതുപോലെ പശുവിൻ്റെയും അതുപോലെ മൃഗങ്ങളുടെയൊക്കെ മൃഗശാലകളും മൃഗ ഫാമുകളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു നക്ഷത്ര ജാതകരാണ്. ഡ്രോയിങ്, അതുപോലെ ചിത്രരചന, ഡ്രോയിങ്, അതുപോലെ തന്നെ കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുകൾ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള കഴിവുകളുള്ള നക്ഷത്ര ജാതകരാണ്. എന്നാൽ ഇവർക്ക് വളരെ കൂടുതലായും കണ്ടുവരുന്നത് ഈ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കർക്കശക്കാരും പിടുത്തമുള്ള, അതായത് വളരെ ഞെരുക്കത്തോടുകൂടി തന്നെ കയ്യിൽ നഷ്ടപ്പെടരുതെന്നുള്ള ആഗ്രഹത്തോടുകൂടി പഠനമായാലും വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലായാലും ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് എത്ര പണം ലഭിച്ചാലും ഇവരൊരിക്കലും ആ ധാരാളിത്തം ഇവരൊരിക്കലും കാണിക്കത്തില്ല. ഇവർ വളരെ കരുതലോടുകൂടി തന്നെ ഇവർ കൊണ്ടുപോകുന്ന ഒരു പ്രകൃതക്കാരാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ വളരെ കരുതലോടുകൂടി തന്നെ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു അളവ് വെച്ചപ്പോഴും പെരുമാറുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ഈ മകീര നക്ഷത്ര ജാതകർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സമ്പാദ്യ ഭാഗവലം വളരെ കൂടുതലായും കണ്ടുവരാറുണ്ട് ഈ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ. മകീര നക്ഷത്ര ജാതകരുടെ കുടുംബഭാഗവും സമ്പാദ്യ ഭാഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ദർശനമാണ് ഇവർക്ക് പറയുന്നത്. ഇവരുടെ ഇരിക്കുന്ന ഇരിപ്പിടം, അതായത് ബിസിനസ്സിലോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായോ നമ്മൾ സമ്പാദ്യ ഭാഗബലത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഇരിപ്പിടവും നമ്മൾ പടിഞ്ഞാറ് ദർശനം ഇരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. സമ്പാദ്യ ഭാഗബലം കടാക്ഷിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും ബലം ലഭിക്കുന്ന ഒരു ദർശനമാണ് പടിഞ്ഞാറ് ദർശനം. അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ എപ്പോഴും ഭവന നിർമ്മാണമാണെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിടവും പടിഞ്ഞാറ് ദർശനം കണക്കാക്കുക. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് അവരുടെ ആദർശവുമായിട്ട് വളരെ യോജിക്കാത്തവരാണ് ഈ നക്ഷത്ര ജാതകർ. എങ്കിലും ഇവരുടെ ക്ഷമ കൊണ്ട് തൃപ്തിയായ ജീവിതം അനുഭവിച്ചു പോകും. അതായത് കുടുംബപരമായ സൗഖ്യം കടാക്ഷിക്കുമെന്ന് സാരം. അപ്പോൾ സമ്പാദ്യ ഭാഗവലം ഇരിപ്പിടം കൊണ്ട് തയ്യാറാവുകയും ക്ഷമ കൊണ്ട് ഇവരുടെ കുടുംബ ദാമ്പത്യ ജീവിതം സുഖകരമാവുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് മകീര നക്ഷത്രം. അതുപോലെ ഇവരുടെ ജന്മ നക്ഷത്ര സംഖ്യ 9. ജന്മസംഖ്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ജനന തീയതിയെ കണക്കാക്കി നല്ലൊരു അസ്ട്രോളജറെ കണ്ടെത്തി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വളരെ ഉത്തമമാണ്. ആ ദിവസം നിങ്ങൾക്ക് അതിപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഓരോ ദിവസവും ഓരോരുത്തരുടെയും ജനനം ഓരോ തീയതിയാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. തീർച്ചയായും നിങ്ങളുടെ മാസത്തിൻ്റെ തീയതി കണക്കാക്കുകയാണെങ്കിൽ 4-ാം തീയതി, 7-ാം തീയതി, 24-ാം തീയതി, 25-ാം തീയതി, 27-ാം തീയതി ഇങ്ങനെയുള്ള തീയതികളൊക്കെ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ദിവസങ്ങളാണ്. ഈ സമയത്ത് സാമ്പത്തിക ഇടപാടുകൾ, നിങ്ങൾ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ, ഉദ്യോഗപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതിലുപരി നിങ്ങളുടെ ഭാഗ്യസംഖ്യ ജന്മസംഖ്യയും കണക്കാക്കി ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രതികൂലപരമായ നക്ഷത്രങ്ങൾ, അതായത് പുണർദം, ആയില്യം, പൂരം നക്ഷത്രം ഇടവക്കൂറിൽപ്പെടുന്നവർക്കും മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രം മിഥുനക്കൂറിൽപ്പെടുന്നവർക്കും വളരെ ദോഷകരമാണ്. അതായത് പ്രതികൂലകരമായ നക്ഷത്രങ്ങൾ പറയുന്ന നക്ഷത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് സൗഹൃദ ബന്ധങ്ങൾ ഏർപ്പെടുക, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വളരെ മുൻവീക്കത്തില്ല. സ്വാഭാവികമായി അസ്വസ്ഥതകൾ കൂടുന്ന നക്ഷത്രങ്ങളാണെന്നാണ് ഈ പ്രതികൂല നക്ഷത്രത്തെ പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾ നടത്താനും ഈ പറയുന്ന നക്ഷത്രങ്ങൾ ഉപയോഗിക്കരുത്. സ്വാഭാവികമായും
നല്ല നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ ശുഭകാര്യങ്ങൾ, ദേവപൂജകൾക്ക് നമുക്ക് ഏത് ദിവസവും ഉപയോഗിക്കാം. ശുഭകാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഈ നക്ഷത്രങ്ങൾ, ഈ മകയിര നക്ഷത്ര ജാതകർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ചന്ദ്രനാണ്, യോനി എന്ന് പറയുന്നത് സ്ത്രീയാണ്, മൃഗം എന്ന് പറയുന്നത് പാമ്പാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം കരിങ്ങാലിയാണ്. അപ്പോൾ കരിങ്ങാലി വൃക്ഷം നിങ്ങൾ വീട്ടിൽ കാരണം കിട്ടാൻ പാടാണ്, എങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുമെങ്കിൽ ഔഷധ സസ്യങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിന്നൊരു കരിങ്ങാലി തൈ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് സ്ഥലത്തിന് ശുദ്ധിയും ഉണ്ടാകും, പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ നക്ഷത്ര വൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ നക്ഷത്രത്തിൻ്റെ രാശി ഞാൻ പറഞ്ഞ 2 കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ഈ മകയിര നക്ഷത്രം. നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഇടവക്കൂറിലും മിഥുനക്കൂറിലും ഈ നക്ഷത്രങ്ങൾ നിൽക്കും. പകുതിച്ചൊരു ആദ്യ പകുതിയും അവസാന പകുതിയും നക്ഷത്രങ്ങൾ മിഥുനക്കൂറിലും ഇടവക്കൂറിലുമായി ഈ നക്ഷത്രം തീരുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്ര ഭാഗബലം ശുക്രൻ്റെ അധിപനാണ് ഇടവക്കൂറിൽ നിൽക്കുന്ന ഗ്രഹം. അതുപോലെ തന്നെ മിഥുനക്കൂറിൽ ബുധനാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളെയും വളരെയധികം പ്രീതിപ്പെടുത്തുക ഈ നക്ഷത്ര ജാതകര്. ദശാപഹാരം കണക്കാക്കിയാൽ തന്നെ ഇവരുടെ ജനനം ചൊവ്വാദശയിലാണ്. അത് ദശാസന്ധി ഏതാണ്ട് 7 വർഷമാണ് ചൊവ്വാദശ പറയുന്നത്. പക്ഷേ നമുക്ക് ചൊവ്വാദശ പൂർണ്ണമായി ലഭിക്കണമെന്നില്ല. ഒരു 3 വർഷം, 3.5 വർഷം, 4 വർഷം, 5 വർഷമൊക്കെ ലഭിക്കും. അപ്പം അത് കുറച്ച് ലഭിക്കണം. ജന്മശിഷ്ടം കണക്കാക്കുമ്പോഴേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷമുള്ള കാലങ്ങളിൽ രാഹു 18 വർഷം, ശേഷിക്കുന്ന വ്യാഴം 16, ശേഷിക്കുന്ന ശനി 19, ശേഷിക്കുന്ന ബുധൻ 17, ശേഷിക്കുന്ന കേതു 7. അപ്പോൾ ഈ അപഹാരം കഴിഞ്ഞ് ശുക്രൻ്റെ അപഹാരം 20 വർഷം. ശുക്രൻ്റെ അപഹാരം കൊണ്ട് ഇവരുടെ ദശാസന്ധി ദീർഘായുസ് തീരുകയാണ്. ശോകഫലമായി ഉണ്ടാകുന്ന ദോഷം, കേതുവിൻ്റെ അപഹാരമൊക്കെ വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ദശാസന്ധിയാണ് മകയിര നക്ഷത്ര ജാതകർക്ക്. സ്വാഭാവികം ശുക്രത ചിലപ്പം ലഭിക്കാറില്ല. സ്വാഭാവികമായി ദീർഘായുസ് ലഭിച്ച വളരെ ഉത്തമം, ഈശ്വരാധീന കടാക്ഷം എന്ന് പറയാം. അതുപോലെ തന്നെ ഇവരുടെ ദശാകാലത്തിൽ ബുധന്, വ്യാഴം, ശുക്രന്, ഈ പറഞ്ഞ കേതു ഒക്കെ വളരെ മോശമായ ദശാസന്ധിയാണ്. ഈ അപഹാര സാന്നിധ്യം കടന്നു വരുമ്പോഴും നമുക്ക് അസ്വസ്ഥതകൾ കൂടുന്ന ഒരു ദശഗ്രഹമാണ് ഈ വ്യാഴവും ബുധനും ശുക്രനും കേതുവും ഒക്കെ. അപ്പം ഈ ദശാസന്ധിയിൽ നിങ്ങൾ ജന്മനക്ഷത്രക്കല്ലായിട്ട് ഉപയോഗിക്കേണ്ടത് പവിഴമാണ്, ചെമ്പവിഴമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ദശാസന്ധി ഗ്രഹം, അതായത് ഈ അപഹാരങ്ങൾ മാറുമ്പോൾ ജന്മനക്ഷത്രം നിങ്ങൾക്ക് ദശാസന്ധിയിൽ ജന്മനക്ഷത്രക്കാരിൽ ഉപയോഗിക്കും. പിന്നീട് വരുന്ന ദശാസന്ധിയിൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ദശാപഹാരത്തിൻ്റെ കല്ലുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ്. ചിലപ്പോൾ മാറ്റേണ്ടി വരും, കാരണം ഒന്നിച്ച് ലൈഫ് ലോങ് നമുക്കിടാൻ പറ്റത്തില്ല. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ദശാപഹാരം മാറുമ്പോൾ ചേഞ്ച് വരുത്തണം. അപ്പോൾ തീർച്ചയായും ദശാപഹാരം നിങ്ങൾ അറിഞ്ഞ് അന്വേഷിക്കുക. നിങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ കണ്ടെത്തി നിങ്ങൾ ദശാപഹാരം കണ്ടറിഞ്ഞ് ആ നക്ഷത്രത്തിൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇവരുടെ ആരോഗ്യമായുസ് എന്ന് പറയുന്നത് ഏതാണ്ട് 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉത്തമമായിട്ടുള്ള കാലഘട്ടവും, ശേഷിക്കുന്ന ഭാഗബലം കുറച്ച് കാലമുള്ള ദുരിതങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ദശാപഹാരങ്ങൾ കുറച്ച് അനുകൂലമായി നിൽക്കുന്ന സമയം കൂടാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു ബാലാരിഷ്ട ചിലപ്പോൾ വളരെയധികം കാണാറുണ്ട്. ചെറുപ്പകാലത്ത് കുട്ടികളായിട്ടുള്ള സമയത്ത് അസുഖങ്ങളൊക്കെ വളരെ കൂടുതലായും കണ്ടുവരാറുണ്ട്. എങ്കിലും ഇവർക്ക് വളരുന്ന അവസ്ഥയുണ്ടാകുന്ന രോഗങ്ങൾ, ശിരോരോഗങ്ങൾ, തലസംബന്ധമായ രോഗങ്ങൾ, തലവേദനയൊക്കെ വളരെ അധികം ബാധിക്കപ്പെടുകയും തലസംബന്ധമായ അസുഖങ്ങൾ, കണ്ണ് സംബന്ധം, നേത്ര സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കപ്പെടുകയും അതുപോലെ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കപ്പെടുകയും ചതവ് വളരെ കൂടുതലായി ഉണ്ടാവുകയും ചെറുപ്പത്തിൽ തന്നെ അരിഷ്ടതകൾ വളരെ കൂടുകയും 37 വയസ്സിന് ശേഷം ആയുസ്സിന് ദോഷമില്ലാത്ത കാലയളവ് വന്നു കയറുകയും ശേഷിക്കുന്ന 65 വയസ്സ് ഇവർക്ക് അസ്വസ്ഥതകൾ കൂടി വരികയും ചെയ്യുന്ന ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ 65-ാമത്തെ വയസ്സ് വരിൽ വളരെ കൂടുതലായി അസ്വസ്ഥതകൾ ഉണ്ടാകും. ചെറുപ്പ കാലഘട്ടത്തിലും ഈ രോഗങ്ങൾ വന്നു കയറുന്ന ഒരു നക്ഷത്ര ജാതകരാണ് കൂടുതലും. അതുപോലെ തന്നെ പേശി സംബന്ധമായ അസുഖങ്ങൾ ഈ ജാതകരിൽ വളരെ കൂടുതലായും കണ്ടുവരും. ശസ്ത്രക്രിയ സംബന്ധമായ അസുഖങ്ങൾ, ഒരു ശസ്ത്രക്രിയ, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ സംബന്ധമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ വളരെ പിന്നീട് രോഗമായി വരാനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു നക്ഷത്ര ജാതകരാണ് പൊതുവെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിഹാരങ്ങൾ കഴിയുമ്പോൾ വളരെയധികം പ്രീതിയോടുകൂടി തന്നെ, വ്രതശുദ്ധിയോടുകൂടി തന്നെ, ദേഹശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, അങ്ങനെ 3 തരത്തിൽ നിങ്ങൾ വ്രതശുദ്ധി എടുക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ വ്രതം എടുക്കുമ്പോൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് മുഴുവനായും പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാ ദിവസവും കഴിക്കാൻ സാധിക്കുന്ന തരത്തിൽ തന്നെ വേണം. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് വെച്ച് മുറിയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ആ വ്രതം കൊണ്ട് നമുക്ക് അനുഭവങ്ങൾ വരത്തില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ മുഴുവിക്കുന്ന രീതിയിൽ തന്നെ, ഒരു വാലായ്മയോ പുലകുളിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ തീർച്ചയായും ഇത് മുഴുവിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആരോഗ്യപരമായും ആയുസ്സുപരമായും സാമ്പത്തികപരമായും ഒക്കെ കുടുംബപരമായ ഭദ്രതയുണ്ടാകും. ഇവർ കഴിക്കേണ്ടത്
ഇവരെ മകയിരം നക്ഷത്ര ജാതകര് ചൊവ്വാദേവനെ, അതായത് കുജദേവനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും അഷ്ടോത്തരം ജപിക്കുകയും ശുക്രദേവനെ പ്രീതിപ്പെടുത്തുകയും ശുക്രന്റെ അഷ്ടോത്തരം ജപിക്കുക, 108 നാമങ്ങൾ എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ പ്രധാനമായും ഷഷ്ടിവ്രതം എടുക്കുകയും സുബ്രഹ്മണ്യ ഭജനം കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. ഭദ്രകാളി ഭജനവും ഭദ്രകാളി ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ചൊവ്വാഴ്ച ദിവസം മകയിരം നക്ഷത്രം വരുവാണെങ്കിൽ ആ ദിവസം വ്രതശുദ്ധി എടുക്കുന്നത് വളരെ അഭികാമ്യമാണ്. വ്രതശുദ്ധി എടുക്കുമ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ദേഹശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, ഈ 3 കാര്യങ്ങൾ വളരെയധികം നിയന്ത്രിതമായി തന്നെ നിങ്ങൾ പാലിച്ചു വേണം നിങ്ങൾ ശുദ്ധിയെടുക്കാൻ. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഗ്രഹശാന്തി കാര്യങ്ങൾ ഭവനത്തിൽ കഴിക്കാൻ സാധിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ ചുവന്ന വസ്ത്രമാണ് നിങ്ങൾ ധരിക്കേണ്ട, പക്ക നക്ഷത്രം ധരിക്കേണ്ട നിറം. അതുപോലെ വെള്ളിയാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുക. അതുപോലെ പക്ക നക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശിവക്ഷേത്ര ദർശനത്തിൽ ശിവന് ജലധാരയോ ക്ഷീരധാരയോ കഴിക്കുന്നത്, പാല് കൊണ്ട് കൊടുത്ത് അഭിഷേകം കഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. സർവ്വ ദുഃഖശാന്തിക്ക്, അതായത് നിങ്ങൾക്ക് മനഃശാന്തി, മനസ്സിന് ഒരു അസ്വസ്ഥതകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ മനസ്സിൻ്റെ സുഖശാന്തിക്ക് വേണ്ടി നിങ്ങൾ രാമായണ മാസമാണിപ്പം, ആ സമയത്ത് സുന്ദരകാണ്ഡത്തിലെ 38ാമത്തെ സർഗം വായിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടെങ്കിൽ, കാരണം ജോലി തിരക്ക്, കുട്ടികളെ വളർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നക്ഷത്ര സംഖ്യയിലുള്ള വ്രതം എടുത്തോടുകൂടി നക്ഷത്ര സംഖ്യ മന്ത്രം ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. അത് ഓം ചന്ദ്രമസേ നമഃ എന്ന് പറയുന്ന മന്ത്രം 108 പ്രാവശ്യം വീതം എല്ലാ ദിവസവും പ്രഭാതത്തിലോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ നിങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. വിളക്ക് കത്തിച്ച് നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന ഓം ചന്ദ്രമസേ നമഃ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏത് ജാതിയായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് വർഗമായിക്കോട്ടെ, അത് പ്രശ്നമല്ല. നിങ്ങൾ മകയിരം നക്ഷത്ര ജാതകരാണോ തീർച്ചയായും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കുന്നുണ്ട്, മറ്റൊരു പ്രയാസവും നിങ്ങൾക്കില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികം പുണ്യവാളൻ്റെ പള്ളിയിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അത് 11 നാണയം തലക്കൊഴിയുകയും 17 മെഴുകുതിരി ഇവിടെയും കത്തിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. സങ്കീർത്തനം 52, 51 ഭാഗം വായിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ സ്വോത്ര കാഴ്ച മുടങ്ങാതെ തന്നെ കഴിക്കുക. ഇപ്പം നമുക്ക് പള്ളിയിലൊക്കെ പോയി കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതിന് വരുന്ന ആൾക്കാരുണ്ട്, അത് കൊടുത്തുവിടാൻ സാധിക്കുമെന്നുള്ള സ്വോത്ര കാഴ്ച കൊടുത്തുവിട്ടായാലും നിങ്ങളുടെ പ്രാർത്ഥന കാര്യങ്ങൾ കുടുംബ പ്രാർത്ഥനയായിട്ട് തന്നെ വീട്ടിൽ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ മുസ്ലിം പള്ളിയിൽ സഹോദരന്മാർക്ക് നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക. അതുപോലെ സൂറത്ത് യാസീൻ ഭാഗം 36, 58 ഭാഗം വായിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ദേഹകാര്യങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് ദാനകർമ്മങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമാണ്. വളരെ കുറച്ച് ആഹാരപരമായോ സാമ്പത്തികപരമായും ദാനകർമ്മങ്ങളൊക്കെ കഴിച്ചാൽ വളരെ ഉത്തമമാണ്. ഈ പക്ക നക്ഷത്രം നിങ്ങളിൽ വരുന്ന മകയിര നക്ഷത്ര ജാതകരുണ്ട്, ആ നക്ഷത്രത്തിൽ മാത്രം മറ്റുള്ളവർക്കും നല്ലതാണ്, പക്ഷെ പ്രത്യേകിച്ച് ഇവർക്ക് ദാനകർമ്മങ്ങൾ കഴിക്കുന്ന വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ നക്ഷത്രത്തിലുള്ള പരിഹാരങ്ങളൊക്കെ കഴിച്ച് നിങ്ങൾക്ക് നല്ല സമ്പൽ സമൃദ്ധിയും ഈശ്വരാധീനവും ഭാഗ്യകടാക്ഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു നക്ഷത്ര ഫലവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.